ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാഹുൽ. ഫൺ ആൻഡ് ഹൊറർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് ഒടുവിലത്തെ തറവാടുകളിൽ ഒന്നായ പടമംഗലം മാളിക കാണാനാണ്. ഇവിടെ യക്ഷിയുടെ കഥയുണ്ടെന്ന് പറയുന്നു. നമ്മളത് പൊളിച്ചെടുക്കാൻ പോവുകയാണ് എൻ്റെ ഫ്രണ്ട്സിനൊപ്പം. ഓക്കെ? അതെ, യക്ഷിയാണത്തെ യക്ഷി. ഒരുപാട് കഥകൾ കേട്ട് തലക്ക് വെളിവില്ലാതായി. നിതിൻ, അങ്ങനെയൊന്നും പറയരുത്. ഈ സ്ഥലത്തിന് എന്തോ കുഴപ്പമുണ്ട്. എന്നാൽ കൂടെയുള്ള ആപത്തിന് അവർ ആരും തന്നെ കണ്ടതേയില്ല. അവർ 4 പേരും പടമംഗലം മാളികയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി എന്തൊക്കെയാണോ അവരെ കാത്തിരിക്കുന്നത്? തറവാടിന്റെ ഉൾഭാഗം ഇരുണ്ടതും പൊടി പിടിച്ചതും മാറാൽ കെട്ടിയതുമാണ്. ഓ, എന്തൊരു തണുപ്പ്! പകൽ പോലും ഇത്ര തണുപ്പോ? ഇത് സാധാരണ തണുപ്പല്ല, ഒരു തരം ഭീകരതയുണ്ട്. അവർ ആ തറവാടിന്റെ ഇടനാഴികളിലൂടെ നടന്നു. പെട്ടെന്ന് ഒരു വാതിൽ തനിയെ തുറന്നു. എല്ലാവരും ഒരു നിമിഷത്തേക്ക് ഞെട്ടിത്തരിച്ചു. രാഹുൽ കാറ്റിനെ പഴിചാരി ആ വാതിലടച്ചു. അങ്ങനെ അവർ തറവാടിന്റെ പഴയ പൂജാമുറിയിലെത്തി. അവിടെ പൊടിപിടിച്ച ചിത്രങ്ങളും വിളക്കുകളും അവർ കണ്ടു. ചുമരുകളിൽ ചില പഴയ വരകളും മാഞ്ഞുപോയിരുന്നു. ഈ പൂജാമുറിയിൽ എന്തായാലും യക്ഷി വരാൻ സാധ്യതയില്ല. നിങ്ങളൊക്കെ മറ്റു മുറിയിൽ ചെന്ന് നോക്ക്. അങ്ങനെ രാഹുൽ ഒരു മുറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ കർട്ടന്റെ പിന്നിൽ ഒരു രൂപം. അപ്പോൾ പിറകിൽ നിന്നൊരു ശബ്ദം. ലക്ഷ്മിയാണെന്ന് വിചാരിച്ച് അടുത്തേക്ക് പോയതും രാഹുൽ. ലക്ഷ്മിയുടെ ശബ്ദം. രാഹുൽ, നീ എവിടെയാണുള്ളത്? നിതിൻ, സച്ചിൻ, നിങ്ങളൊക്കെ എവിടെയാണ്? രാഹുൽ ഫോണിൽ നോക്കിയതും ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഗ്ലിച്ചായി വരുന്ന ഒരു സ്ത്രീരൂപം. മുന്നിലെ കണ്ണാടിയിൽ നോക്കിയതും പേടിച്ച് തിരിഞ്ഞോടി. അപ്പോഴതാ മുന്നിൽ നിൽക്കുന്നു, മുടിയഴിച്ചിട്ട് രക്തക്കണ്ണുകളുമായി അവൾ. അവർ 4 പേരും പേടിച്ച് ഒരു മുറിയിൽ ഒത്തുചേർന്നു. അപ്പോൾ അവരുടെ പിറകിൽ ചുമരിൽ കറുത്ത രൂപം, ചോര കണ്ണുകൾ തിളക്കത്തോടെ ജ്വലിക്കുന്നു. അവർ 4 പേരും പുറത്തേക്കുള്ള വാതിൽ അന്വേഷിച്ച് ഓടി. എന്നാൽ 3 പേരെ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. സച്ചിൻ 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 മിസ്സിംഗ് ആണ്. ദൂരെ നിന്നും സച്ചിന്റെ അലർച്ച. സച്ചിൻ സച്ചിൻ എന്ന് വിളിച്ച് 3 പേരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. എന്നാൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. യക്ഷി അവന്റെ ചോരയും നീരുമെല്ലാം വലിച്ചെടുത്തിരുന്നു. യക്ഷി ഇവർ 3 പേരുടെയും നേർക്ക് പാഞ്ഞെടുത്തു. അവർ 3 പേരും ലക്ഷ്യമില്ലാതെ ഓടി. 3 പേരും വഴിപിരിഞ്ഞു. ലക്ഷ്മി മുത്തശ്ശി പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങൾ ഉരുവിട്ട് പൂജാമുറി ലക്ഷ്യമാക്കി നടന്നു. അവൾ പൂജാമുറിയിലെത്തി. വിളക്കുകൾ കൊളുത്തി. ആ മുറിയിലെ മഞ്ഞളും കുങ്കുമവും എടുത്ത് തയ്യാറായി നിന്നു. യക്ഷി വന്നതും ലക്ഷ്മി കയ്യിലെ വിളക്കുകൊണ്ട് മഞ്ഞളും കുങ്കുമവും യക്ഷിയുടെ നേർക്ക് തൂവി വിതറി. ദുർഗാമന്ത്രം ജപിച്ചു. യക്ഷി അവിടെ നിലം പതിച്ചു. ഇതേ സമയം ബ്ലോഗർ രാഹുൽ. ഡിയർ ഫ്രണ്ട്സ്, ഈ മാളികയിൽ യക്ഷിയുണ്ട്. അവൾ ഞങ്ങളെ കൂട്ടുകാരനായ സച്ചിനെ കൊന്നു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരായ ലക്ഷ്മി ആപത്തിലാണ്. ലക്ഷ്മി പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചു. ഒട്ടു നെടുവീർപ്പോടെ അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ ജനലിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ഇനിയിപ്പോ സച്ചിന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും? എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതോടെ ഈ പരിപാടി ഞാൻ നിർത്തുക. എന്നാൽ രാത്രിയുടെ മറവിൽ നിന്നും പടമംഗലം മാളികയിൽ നിന്ന് ഒരു ചിരി ഉണർന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷനായി. താങ്ക് യു.